നമ്മൾ തുണി മടക്കേണ്ടത് ഇങ്ങനെ ഒന്ന് മടക്കുക. തുണി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കുക. ഇങ്ങനെ 4ആയിട്ട് തുണി മടക്കും. ഇവിടെയും ഫോൾഡാണ്, ഇവിടെയും ഫോൾഡാണ്. എന്നിട്ട് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത് എടുക്കുക. ടോപ്പിൻ്റെ ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഞാനൊരു 19 ലെങ്ത് എടുക്കുന്നത്, 19 മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് വീതി എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് എത്രയാണ്, ചെസ്റ്റിനെ 4 വെച്ച് ഹരിച്ചിട്ട് +3 എടുക്കുക. അത് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് ഡിവൈഡ് ബൈ 4 + 3 എടുക്കുക. അത് താഴത്ത് നമ്മുടെ ലെങ്തിൻ്റെ അവിടെ അതെടുക്കുക. എന്നിട്ട് തങ്ങ് മാർക്ക് ചെയ്യുക. ഇനി നമ്മളിവിടെ നെക്കാണ് വരയ്ക്കേണ്ടത്. ഈ ഫോൾഡിട്ടാണ്, ഇവിടെയും ഫോൾഡാണ്, ഇവിടെയും ഫോൾഡാണ്. അവിടെ ആണെങ്കിൽ നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നെക്കിൻ്റെ ഇറക്കം ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 3ഉം 5ൻ്റെയും ബോക്സ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ റൗണ്ട് ഷേപ്പ്. ഇത് നമുക്കത് കട്ട് ചെയ്യാം. ലെങ്തിൻ്റെ അവിടെ കട്ട് ചെയ്യുക. എന്നിട്ടിനി നമ്മൾ നെക്കും കട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കട്ടിങ്. ഇതിലിങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഈ സൈഡ് 2ആയിട്ടൊന്ന് മടക്കി അടിക്കുക. ഇങ്ങനെയൊന്ന് മടക്കി, ഇങ്ങനെയും മടക്കി, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഈ സൈഡും മടക്കി 2ആയിട്ട് ഇങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഈ 2 സൈഡും സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 2 വശവും ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഈ വശവും മടക്കി അടിച്ചു. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഒരു തുണി എടുത്തിട്ട് ഒന്ന് നിവർത്തി വെക്കുക. അതിലോട്ട് നമ്മുടെ നെക്കും ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതേ ഷേപ്പിൽ തന്നെ വരയ്ക്കുക. ഇങ്ങനെ നെക്ക് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വരയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി ഇതേ ഷേപ്പിൽ തന്നെ പുറത്തൂടെ ഒന്ന് വരയ്ക്കുക. പുറത്തൂടെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് നമ്മളിതങ്ങ് കട്ട് ചെയ്തെടുക്കുക. പുറത്ത് കട്ട് ചെയ്തു. ഇനി നമ്മൾ അകത്ത് കട്ട് ചെയ്യാം. ഇനി നമ്മൾ പീസ് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ ടോപ്പിൻ്റെ നല്ല ഭാഗത്ത് ഇത് വെക്കുക. കറക്റ്റാക്കി വെക്കുക. അതിൻ്റെ നല്ല വശമാണ്, നല്ല വശം കൂടി ചേർത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മളിതിലെ കൂടെ സ്റ്റിച്ച് ഒരു 1/4 ഇഞ്ച് എടുത്ത് റൗണ്ടിൽ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ അവിടെ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് പോകരുത്. എന്നിട്ട് ഈ അരികൊന്ന് മടക്കി അടിക്കുക. ഒരു മടക്ക് ഇങ്ങനെ ചുറ്റും അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതങ്ങ് ഉള്ളിലേക്ക് അങ്ങ് മടക്കുക. ചീത്ത ഭാഗത്തേക്ക് മടക്കിയിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് മാറ്റി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്യുക. നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടൈ വെക്കാം. ടൈ വെക്കാൻ വേണ്ടി താഴത്താണ് ടൈ വെക്കുന്നത്. ഒരു 2 ഇഞ്ച് വീതിയും നീളം ഒരു 50-55 ലെങ്ത് നമ്മുടെ ഇഷ്ടത്തിന് ടൈക്ക് ആവശ്യമായിട്ടുള്ള ലെങ്തിൽ തുണിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശവും കൂടി ഇങ്ങനെ വെച്ച് ഒരു ലെയറാണ്. ഒരു ഭാഗത്ത് ഒരു സൈഡിൽ ഇതിൻ്റെ നല്ല വശത്ത് ഇത് വെക്കുക.
എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. നല്ല വശത്ത് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മറ്റേ സൈഡിലും ടൈ വെക്കണം. മറ്റേ സൈഡിലെ ടൈക്ക് വീതിയാണെങ്കിൽ ഒരു 3.5 ഇഞ്ച് 4 ഇഞ്ച് വീതി എടുക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 2 വശത്തെയും ടൈ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഭാഗം ഈ വശം ഒന്ന് മടക്കിയിട്ട് ബാക്കിലേക്ക് കൊണ്ടുവരിക. ബാക്കിലേക്ക് കൊണ്ടുവന്ന് ആ തയ്യത്തുമ്പങ്ങ് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലെ ടൈയും ചീത്ത വശത്തേക്ക് മടക്കി കൊണ്ടുവന്ന് ആ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് കൊണ്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ടൈ വെച്ച് കഴിഞ്ഞു. വീതി കുറഞ്ഞ ടൈ ഫ്രണ്ടിലും വീതി കൂടിയ ടൈ ബാക്കിലും. എന്നിട്ട് വീതി കുറഞ്ഞ ഈ ടൈ ബാക്കിലേക്ക് ടൈ ചെയ്ത് വെക്കുക. അതുപോലെ വീതി കൂടിയ ടൈ ഫ്രണ്ടിലേക്കും ടൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തു.